ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു ചോദിക്കുന്നത് എന്താണ് ഇഖ്ലാസ്? അതേ കുറിച്ച് വിശദീകരണമുണ്ട്. അയ്യകുൽ മദ്ഹു വദ്ദമ്മു ഫി ഹഖ്ഖിഹി സവാ. ആക്ഷേപവും പ്രശംസയും അവന് ഒരുപോലെ ആയി മാറുക, അതാണ് ഇഖ്ലാസ്. ആക്ഷേപിച്ചവൻ തോന്നുന്നില്ല, പ്രശംസിച്ചാലും മുന്നോട്ട് തോന്നുന്നില്ല. ഞാൻ ക്ലാസ് എടുത്തു, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സംഘടന ചോദിച്ചു, നിങ്ങളെ ക്ലാസ് ശരിയായിട്ടോ, എന്തേ പറ്റിങ്ങൾക്ക് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നി അടുത്തൊരു ഡേറ്റ് വയ്ക്കട്ടെ, കാണിച്ചു ബാക്കിയപ്പോ എന്ന് തോന്നുകയാണെങ്കിൽ ഇഖ്ലാസ് ഇല്ല. ആക്ഷേപം ഭയന്നിട്ടാണ് അപ്പോ പണിയെടുത്തത്. അല്ല ഭയങ്കര ഉത്സാഹമായിട്ട് നല്ല ക്ലാസ് വിചാരിച്ച പോലെ ആയി എന്ന് പറഞ്ഞാലോ തിരക്കില്ല എന്ന് തോന്നുകയാണെങ്കിലോ അവിടെ ഇഖ്ലാസ് ഇല്ല. ആക്ഷേപം അവന് പ്രശ്നമല്ല, പ്രശംസയും അവന് പ്രശ്നമല്ല. കാരണം പ്രശംസിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല, ആക്ഷേപം ഭയന്നും ചെയ്തിട്ടില്ല, അതാണ് ഇഖ്ലാസ്. ഇനി നമ്മളെ പറ്റി അറിയിച്ചാൽ മതി. നമ്മൾ സജീവമായി വണ്ടി പാഞ്ഞ് പ്രവർത്തിച്ച് എല്ലാ മീറ്റിംഗും എല്ലാത്തിനും ഇടപെട്ട് ഭയങ്കര ഉത്സാഹമായി അവസാനം ഒരു മീറ്റിംഗ് വന്നപ്പോൾ ഭയങ്കര ആക്ഷേപം. നമ്മൾ ചെയ്ത പണിക്കൊക്കെ കുറ്റം പറഞ്ഞു, എന്നാൽ നിങ്ങളെ നോക്കി ഞാനില്ല, ഇത് ഒന്നും നിങ്ങളും ഉണ്ടാവില്ല, അവസാനം പറയാൻ എല്ലാവരും ഉണ്ട്, നിന്നെ കൊണ്ടാവില്ല. അതിനർത്ഥം എന്താണ്? ഓൻ ചെയ്ത് ആത്മാർത്ഥമായിട്ടല്ല. അതാണ് ശരിയായ ഇഖ്ലാസിന്റെ ലക്ഷണം.